കർണാടകയിലെ ഒരൊറ്റ മണ്ഡലത്തിൽ തിരിച്ച വോട്ടുകൾ 1,00,000 വോട്ടുകളാണ്. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ തിരിമറി ചെയ്തത് 1,00,000 വോട്ടുകളാണ്. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം ലോക്സഭയിലും അതുപോലെ തന്നെ നിയമസഭയിലോട്ടും BJP തിരിച്ച വോട്ടുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 അല്ല 3 ടൈമിലും BJP ഉണ്ടാക്കിയെടുത്ത വിജയം എന്താണെന്ന് വ്യക്തമായിട്ട് ഇന്നത്തെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബിൽ നമ്മൾ കണ്ടു. ഏതാണെങ്കിൽ ആ ന്യൂസ് നിങ്ങളൊന്ന് കാണുക. ഇതിന് നമ്മുടെ താടിജി വാ തുറന്ന് വല്ലതും മുഴുകിയോ എന്നറിയില്ല. എന്താണെങ്കിലും രാജ്യത്തിന്റെ മൊത്തം അവസ്ഥ പരിതാപകരമാണെന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലായി. അത് നമ്മുടെ കേന്ദ്ര ഭരണ സർക്കാരാണെങ്കിലും വേണ്ടില്ല, അതിന്റെ താഴോട്ട് വരുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ സുപ്രീം കോർട്ടും നമ്മുടെ മുഴുവൻ നിയമ വ്യവസ്ഥകളും ജനാധിപത്യം നമ്മൾ പിന്നെ പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുന്ന എല്ലാം വെറും തരികിട പരിപാടികളാണ് 3 ടേമായിട്ട് നമ്മുടെ മോദിയുടെ താഴത്തുള്ള കേന്ദ്ര സർക്കാർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ന്യൂസ് മിസ് ചെയ്യാണ്ട് കാണുക. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇത്രയും കാലം BJP ഇവിടെ ഈ പറഞ്ഞ അന്തം സംഖ്യകളെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. രാജ്യത്തെ ഞെട്ടിക്കുന്ന വലിയ തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ആ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ്, ആ തെളിവുകൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ഇതിൽ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഈ കള്ളത്തരത്തിന്, ഈ ക്രൈമിന്, ഈ ക്രിമിനൽ കുറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുചേർന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ഒരു അസംബ്ലി മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വലിയ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയത്. വലിയ തോതിലുള്ള കള്ളവോട്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 1,00,000-ഓളം കള്ളവോട്ടെന്ന കണക്കുകൾ നിരത്തിയുള്ള, പടങ്ങൾ നിരത്തിയുള്ള, കള്ള അഡ്രസ്സുകൾ നിരത്തിയുള്ള വലിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജിമ്മി ജെയിംസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജിമ്മി, ഒരു വലിയ വാർത്താ സമ്മേളനം, അണുബോംബ് സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്ന വാർത്താ സമ്മേളനം, യഥാർത്ഥത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. നിഷേധിക്കാനാവാത്ത തെളിവുകളല്ലേ അദ്ദേഹം നിരത്തിയിരിക്കുന്നത്? സ്മൃതി, രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇത് അണുബോംബ് തന്നെയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം 1,00,000-നടുത്ത് വോട്ടുകൾ BJP മറിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത്. 1,00,000 വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ മറിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. 1,00,000 വോട്ടുകൾ, ഒരു മണ്ഡലത്തിൽ 1,00,000 വോട്ട്. നമ്മുടെ മൊത്തം നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ പോളിംഗ് വരുന്ന സമയത്ത് മൊത്തം മണ്ഡലങ്ങൾ എടുത്ത് വോട്ടിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എത്ര കള്ള വോട്ടുകൾ വന്നിട്ടുണ്ടോ? ഈ കള്ള വോട്ടുകൾ കൊണ്ട് മാത്രമല്ലേ BJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ നമ്മുടെ ഓരോ മണ്ഡലങ്ങളും നമ്മുടെ ഓരോ സിറ്റിംഗ് സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജയിക്കുന്ന ആളുകളുടെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ 25,000, 30,000, 40,000, 50,000, ചില സ്ഥലങ്ങളിൽ ലക്ഷങ്ങളും 2 ലക്ഷങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ 1,00,000 വോട്ടോളം എന്ന് പറഞ്ഞാൽ എത്ര വോട്ട് ചേർത്തിട്ടായിരിക്കും BJP പിടിച്ചു നിന്നിട്ടുണ്ടാവുക ഈ കഴിഞ്ഞ 3 ടേമുകളിലും? ഇത്രയും കാലം എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വാ തുറന്നില്ല? പലവട്ടം രാഹുൽ ഗാന്ധി വോട്ടിംഗ് ലിസ്റ്റും ഡീറ്റെയിൽസും ചോദിച്ചിട്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി രാഹുൽ ഗാന്ധിനെ പപ്പു എന്ന് വിളിച്ചിട്ടും രാഹുൽ ഗാന്ധിനെ രാജ്യദ്രോഹി എന്നും വിളിച്ചിട്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി ഈ സംഖ്യകളെ കൊണ്ട് ഇത് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ട എല്ലാ ഗോധി മീഡിയകളിലും കൂടെ അത് മാത്രം ഫോക്കസ് ചെയ്ത് അയാളെ ഒരു രാജ്യദ്രോഹിയാക്കി ഈ രാജ്യത്തെ മൊത്തം ദ്രോഹിച്ച് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു കേന്ദ്ര സർക്കാർ. ആരും എന്തേ വാ തുറക്കാത്തത്? ബാക്കിയോടെ ന്യൂസിന്റെ അത് രാഹുൽ ഗാന്ധി പൂർണ്ണ ഉത്തരവാദിത്തോടെ പറയുന്നു. അദ്ദേഹം തെളിവുകൾ വ്യക്തം പറയുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ എതിർപക്ഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നു. വളരെ വലിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അലയൊലികളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി മറുപടി നൽകി, പരാതി കൊടുത്തിട്ടില്ല, പരാതി ഉണ്ടെങ്കിൽ അത് അഫിഡവിറ്റായി തരണം മുതലായവയൊക്കെ പറയുന്നുണ്ട്. പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡേറ്റ് ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഈ കൃത്രിമം നടന്നിരിക്കുന്ന പല രൂപത്തിലാണ്. പലതവണ, ഒരു തവണ അല്ല, പലതവണ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടക്ക് പലതവണ രാഹുൽ ഗാന്ധി ഇതേ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ അടുത്തോട്ടും അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോർട്ടിൽ വരെ ഈ കേസ് എത്തിയിട്ടുണ്ട്. ആ കേസ് എത്തിയതുകൊണ്ടാണ് അതിലും ഒരു പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും എവിടെയും എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഇതുപോലത്തെ ഒരു ബോംബ്, ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നത്. നമ്മുടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നമുക്ക് എടുത്തു നോക്കിയാൽ നമ്മുടെ സുപ്രീം കോർട്ടിൽ മാറി വന്ന ജഡ്ജസിന്റെ
ഒരു ബയാസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ചന്ദ്രചൂഡ് ലാസ്റ്റ് വരെ വന്ന ആളുടെ ഡീറ്റെയിൽസ് വരെ നമുക്കറിയാം. എങ്ങനെയൊക്കെയാണ് അവർ നിയമങ്ങൾ പാസ്സാക്കുന്നത് എന്നുള്ളതും നീതി വിധിക്കുന്നത് എന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ അവസ്ഥയിലോട്ട് എത്തിയതും. ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജിൽ വന്നിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വൃത്തികെട്ട അവസ്ഥ ഇതാണെന്ന് കാണിക്കേണ്ടി വന്നതും. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വരെ തല കുരിച്ച് നിൽക്കേണ്ടി വരും. അവിടെ വിശ്വക്കുരുവില്ല, വെറും കുരു മാത്രമായിരിക്കും, വെറും കുരു, നാരങ്ങയുടെ കുരുവില്ല. ആ കുരുവിന്റെ വില പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വിശ്വകുരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവം സംഘികളെ പറ്റിച്ച് അവന്മാരെ കൊണ്ട് അടിപിടി കൂടി ഒരു ഊളത്തരങ്ങൾ മാത്രം കാണിച്ച് ജീവിക്കുന്ന ഒരു വിശ്വക്കുരു. അതിൻ്റെ കൂടെ കുറെ അമിട്ടും മറ്റു പല വെട്ടാവളിയന്മാരും കൂടെയാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുടെ ആണല്ലോ ജിമ്മി, അത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, ഫേക്ക് അഡ്രസ്, അതോടൊപ്പം ബൾക്കായി വോട്ടർമാർ ഒരേ ഒരു അഡ്രസ്സിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അഡ്രസ് ഇല്ല. പിന്നീട് ഫോം 6 നടക്കുന്ന കൃത്രിമം, അതിന്റെ മിസ്യൂസ്, ഇതാണ് അദ്ദേഹം വളരെ വിശദമായി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു എത്ര ബുദ്ധിമുട്ടാണ് ഒരു പടം ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ, ഒരു അഡ്രസ് ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ എത്ര ദീർഘമായ സമയമെടുത്ത് 6 മാസം എടുത്തിട്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. ഒരു മണ്ഡലത്തിലെ, ഒരേ ഒരു അസംബ്ലി മണ്ഡലത്തിലെ അന്വേഷണം ഇതാണെങ്കിൽ രാജ്യം മുഴുവൻ അന്വേഷിച്ചാൽ എന്താകും സ്ഥിതി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം, ആ ഫലത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇരിക്കുന്നു. ആ ഫലത്തിന് നേർക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ജിമ്മി, സ്മൃതി, ഇങ്ങനെയാണ് അതിന്റെ കണക്കുകൾ. കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അതിങ്ങനെ ഇരട്ട വോട്ടർമാർ, അതുപോലെ തന്നെ കള്ളവിലാസം, ഒരേ വിലാസത്തിലുള്ള വോട്ടർമാർ, കള്ള ഫോട്ടോകൾ, ഫോം 16, അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലുള്ള കണക്ക്, ഇതിലെല്ലാമാണ് വ്യാപകമായി നടന്നിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. ഇരട്ട വോട്ടർമാരുടെ സംഖ്യ 11,965, കള്ള അഡ്രസ്സുകളും 0 എന്നെഴുതിയിരിക്കുന്ന അഡ്രസ്സുകളും മാർക്ക് ചെയ്തിരിക്കുന്നത് 40,009. ഒരേ അഡ്രസ്സിൽ വ്യാപകമായി വോട്ടർമാർ ചേർക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ, അതിന്റെ മൊത്തം എണ്ണം 10,000-ന് മുകളിൽ. ഫോട്ടോകൾ ഇല്ലാത്തതോ വ്യക്തമല്ലാത്ത ഫോട്ടോകളോ ഉള്ള 4,132. ഫോം 6, അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ ഉള്ള തിരിമറി 33,000-ന് മുകളിൽ. ഇതെല്ലാം കൂടെ ചേർത്താൽ 1,00,000-ന് മുകളിലുള്ള വോട്ടർമാരാകും ഒരു മണ്ഡലത്തിൽ മഹാദേവപുരയിൽ മാത്രം കള്ള വോട്ടർമാരായി, വ്യാജ വോട്ടർമാരായി BJP ചേർത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ലോക്സഭയിലേക്ക് എങ്ങനെയായിരിക്കും, ഓരോ നിയമസഭകളിലേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത്. അതാണ് ജിമ്മി, ഫോം 6 അദ്ദേഹം കാണിച്ചത് ഒരു പ്രായമായ സ്ത്രീയുടെ ഫോട്ടോയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ, അതായത് പുതിയ വോട്ടേഴ്സിനെ അഡീഷണലി ആഡ് ചെയ്യുന്ന ഫോം 16 മുതൽ അവിടെ അങ്ങോട്ട് തുടങ്ങാണ് ഇവരുടെ തിരിമറി. എക്സ്ട്രാ ഇല്ലാത്ത ആളുകളെ ആഡ് ചെയ്ത്, ഇല്ലാത്ത അഡ്രസ്സുകളിൽ ആളുകളെ ആഡ് ചെയ്ത്, ഒരേ ആളുകൾ 10,000-കണക്കിൽ പേരുകൾ ആഡ് ചെയ്തിട്ട്, അഡ്രസ്സ് ഇല്ലാത്ത ആളുകൾക്ക് അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വെറുതെ XYZ എന്നിട്ട്, അതുപോലെ തന്നെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് 0 നമ്പേഴ്സ് ഇട്ട്, ഒരേ അഡ്രസ്സിൽ 10,000-കണക്കിൽ ആൾക്കാരെ, ഒരേ ആളെ 10,000-കണക്കിൽ അഡ്രസ്സുകളിൽ ഫോം 16 എവിടൊക്കെ തിരിമറി നടത്താൻ പറ്റുമോ ഇവിടെ എല്ലാം തിരിമറി നടത്തിയിട്ട് ഒരൊറ്റ മണ്ഡലത്തിൽ 1,00,000 വോട്ടിൻ്റെ തിരിമറിയാണ് ഈ ഒരു കള്ള കുംഭകോണത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ. ബാക്കി കേൾക്കും. ഫോം 6 അതായത് പുതിയ വോട്ടർമാർ എന്ന രൂപത്തിൽ 70-കാരിയായ ഒരു സ്ത്രീ വോട്ടർ, അവർക്ക് 2 ID കാർഡ് 2 ഇടത്തായി 2 തവണ അവർ വോട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ വോട്ടർ ID യിൽ നിന്ന് 2 തവണ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെ ചെയ്തതാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. പിന്നീട് അവരുടെ ഫോട്ടോ സൂം ചെയ്തും സൂം ചെയ്യാതെയും പല രൂപത്തിലായിട്ടാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്, ID കാർഡിൽ ഒട്ടിച്ചിരിക്കുന്നത്. എത്രത്തോളം കൃത്രിമമാണ്! ചിലയിടത്ത് പിതാവിന്റെ സ്ഥാനത്ത് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്, അത് കൂട്ടി യോജിപ്പിച്ചാൽ ഒരു വാക്കാക്കാൻ പറ്റാത്ത, ഒരു പേരാക്കാൻ പറ്റാത്ത അക്ഷരങ്ങൾ. അത്രത്തോളം കൃത്രിമം കാണിക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും ഒരു പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യേണ്ട, അതുപോലുമില്ല, വെറുതെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുകൂടിയല്ലേ ഇത് തെളിയിക്കുന്നത്. ജിമ്മി, സ്മൃതി, ഇതിലും വിചിത്രമാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ച മറ്റു ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് കർണാടകത്തിൽ പല മണ്ഡലങ്ങളിൽ ഒരേ ആൾ വോട്ട് ചെയ്തിരിക്കുന്നു. അത് ഒരുപക്ഷെ കള്ളവോട്ടുകൾ രാജ്യത്ത് പലയിടത്തും, ഇനിയിപ്പോൾ കേരളത്തിൽ പോലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ആരോപിക്കാം. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാം. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു വോട്ടറുടെ പേര് എടുത്തു പറയുന്നുണ്ട്, ആദിത്യ ശ്രീവാസ്തവ. ഇയാൾ പല മണ്ഡലങ്ങളിലല്ല, പല സംസ്ഥാനങ്ങളിൽ ഇതേ ആദിത്യ ശ്രീവാസ്തവ വോട്ട് ചെയ്തതായി കാണുന്നു എന്നുള്ളതാണ്. ഇനി കള്ളവിലാസങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ
ഒരു ബ്രൂവറിയുടെയോ ബാറിൻ്റെയോ വിലാസത്തിൽ 80 പേർ, ഒരു വീട്ടഡ്രസ്സിൽ 46 പേർ. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ അഡ്രസ്സിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ, ഈ ബ്രൂവറിയുടെ വിലാസത്തിൽ പോകുമ്പോൾ ആ അഡ്രസ്സിലെ ബ്രൂവറിയിൽ 80, മറ്റിടത്ത് 46, ഒരാൾ പോലും, ഈ വോട്ടേഴ്സ് ലിസ്റ്റുള്ള ഒരാൾ പോലും ഈ വിലാസത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ചില വോട്ടർമാരുടെ നേരെ അഡ്രസ്സിന്റെ സ്ഥാനത്ത് 0, അച്ഛൻ്റെ പേര് 0, അങ്ങനെ വിചിത്രമായ രീതിയിൽ ഒരു തരത്തിലും നടന്ന് കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളരെ വലിയ അഴിമതി നടന്നിരിക്കുന്നു, വോട്ടർമാരുടെ തിരിമറി നടന്നിരിക്കുന്നു. അതിന് രാഹുൽ ഗാന്ധി ഉദാഹരണമായി എടുത്തിരിക്കുന്നത് കർണാടകത്തിലെ ഒരു സീറ്റാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വോട്ടർ പല സംസ്ഥാനങ്ങളിൽ പോയി വോട്ട് ചെയ്തതെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വ്യാപകമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 25 സീറ്റ് മതിയായിരുന്നു BJPക്ക്, NDA മുന്നണിക്ക് അധികാരത്തിലേക്ക് വരാൻ. അങ്ങനെ ഇരിക്കെയാണ് 25 സീറ്റുകളിൽ, പാർലമെന്റ് സീറ്റുകളിൽ വെറും 33,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു കയറിയത്. 1,00,000 വോട്ടിന്റെ തിരിമറി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയെങ്കിൽ 25 സീറ്റുകളിൽ BJP വെറും 33,000 വോട്ടുകൾക്ക് ജയിച്ചെങ്കിൽ തിരിമറിയുടെ ആഴം, രാജ്യത്തിന്റെ നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയുടെ ആഴം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വെറും 25 സീറ്റിന്റെ അഡീഷണൽ സീറ്റിലാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം NDA ഭരിക്കുന്നത് അല്ലെ. 25 സീറ്റിന്റെ അഡീഷണൽ സീറ്റിന്റെ ബലത്തിൽ ഈ 25 സീറ്റിന്റെ ടോട്ടൽ വോട്ടിങ്ങിന്റെ നമ്പേഴ്സ് എടുത്ത വെറും 33,000 വോട്ടിന്റെ ലീഡാണ് ഈ 25 സീറ്റിൽ വരുന്നത്. അപ്പോൾ വെറും ഈ 33,000 വോട്ടിന്റെ ലീഡിലാണ് ഇപ്പം നമ്മുടെ NDA സർക്കാർ ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു മണ്ഡലത്തിൽ 1,00,000 വോട്ടിന്റെ തിരിമറി ഉണ്ടെങ്കിൽ ഈ 33,000 മൊത്തം 25 സീറ്റിന്റെ മാത്രം തിരിമറിയാണെങ്കിൽ ഈ മൊത്തം മണ്ഡലത്തിലെ തിരിമറി എടുത്തു കഴിഞ്ഞാൽ BJP, നമ്മുടെ നാട് ഭരിക്കുന്ന BJP സർക്കാർ, NDA സർക്കാർ എത്ര പിന്നിലായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത അത്രയും ഡിഫറൻസ് വോട്ട്, കള്ള വോട്ട് പിടിച്ച് ലക്ഷങ്ങളെ കള്ള വോട്ട്, കോടികളുടെ, ലക്ഷങ്ങളുടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം പാർലമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിന്റെ കള്ള വോട്ടിന്റെ നമ്പേഴ്സ് ഇതുപോലെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ കോടികളുടെ വോട്ടിന്റെ തിരിമറിയിലാണ് ഇപ്പം NDA സർക്കാർ രാജ്യം പിടിച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഇലക്ഷനിൽ മോദിജി കഴിഞ്ഞ 2 ഇലക്ഷനിലും 4 ലക്ഷം 5 ലക്ഷത്തിന്റെ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മോദി ഈ ലാസ്റ്റ് വെറും 1.5 ലക്ഷം, 1,30,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളത്. അവിടെ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പണ്ട് അവർ എങ്ങനെ ഇതിലോട്ട് അഡീഷണലി ആഡ് ചെയ്ത് അതുപോലും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 3.5-4 ലക്ഷം വോട്ടുകൾക്ക് അവർക്ക് മോദിജിനെ ജയിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ 10,000, 20,000, 30,000, 5,000, 2,000, 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച NDA കാൻഡിഡേറ്റ്സ് അതിൽ ലക്ഷങ്ങൾ വോട്ട് തിരിമറി ഉണ്ടാക്കിയിട്ടുള്ള വോട്ടുകളായിരിക്കും. ഈ കണക്ക് തന്നെ ചെറിയ കണക്കല്ല. ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തല കുനിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം രാഹുൽ ഗാന്ധി മുന്നോട്ട് തുറന്നു വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ താടിജി വാ തുറക്കടോ, താൻ എന്തെങ്കിലും പറയടോ എന്ന് പറഞ്ഞാൽ പോലും മിണ്ടാൻ പോകുന്നില്ല. മിക്കവാറും പുള്ളി വല്ല വേൾഡ് ടൂറിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലെ സുപ്രീം കോർട്ടും ഒരു തേങ്ങയും വാങ്ങിയിട്ടുണ്ടാവില്ല. ചെയ്യേണ്ടത് നാട്ടിലെ മറ്റുള്ള ആളുകൾ, സകലമായ ആളുകളും ഇതിനെതിരെ പ്രതികരിച്ച് സോഷ്യൽ മീഡിയ, ഇപ്പം ഞാനീ പറഞ്ഞ വീഡിയോയിൽ മാത്രമല്ല പുറത്തോട്ട് ഇറങ്ങി പ്രതികരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇവർ കാണിച്ചിട്ടുള്ള കള്ളക്കളികൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എന്ത് വൃത്തികെട്ട അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെത്. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ സംഘികളെ. നിങ്ങളുടെ മനസ്സിലോട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട്, ഇല്ലാത്ത പല ദൈവങ്ങളുടെ അന്ധവിശ്വാസങ്ങളും അല്ലാത്തത് നിങ്ങളുടെയൊക്കെ മനസ്സിലോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് നിങ്ങളങ്ങനെ മുമ്പിലിട്ട് അടുപ്പിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. സംഘികളും കൃസംഘികളും മുസംഘികളും സംഘപരിവാണങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണത്. കഷ്ടം.